നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് ഇല്ലാതെ പ്ലസ് ടുവിന് ശേഷം തിരഞ്ഞെടുക്കാവുന്ന 5 മികച്ച സയൻസ് കോഴ്സുകളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്ലസ് ടു സയൻസ് പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് നീറ്റ് പരീക്ഷ എഴുതാതെ തന്നെ തിരഞ്ഞെടുക്കാവുന്ന 5 പ്രധാനപ്പെട്ട സയൻസ് കോഴ്സുകളും അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ്, അതുപോലെ അപ്ലിക്കേഷൻസ്, അപേക്ഷകൾ, നടപടികൾക്കെല്ലാം കരിയർ ഗൈഡൻസും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ടും നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ്. നിങ്ങൾക്ക് അറിയാം എന്താണ് വെറ്റിനറി കോഴ്സ് എന്നുള്ളത്. അതായത് മൃഗങ്ങളുടെ പ്രജനനം, അതുപോലെ തന്നെ ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ശസ്ത്രക്രിയ, അതുപോലെ അത്തരത്തിലുള്ള ചികിത്സാ രീതികളെ കുറിച്ചിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പഠനമാണ് ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത് കുട്ടികൾ. മൃഗസംരക്ഷണം പ്രായോഗികമായിട്ടുള്ള അറിവ് നേടലാണ് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നമുക്ക് മൃഗസംരക്ഷണ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സൂ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസുകൾ, ഫാം മാനേജ്മെന്റുകളിൽ, ഇവിടെ എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വരുന്ന കോഴ്സാണ് ബാച്ചിലേഴ്സ് ഇൻ ന്യൂറോ സയൻസ്. ന്യൂറോ സയൻസിൽ നമുക്കറിയാം ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ നാഡീവ്യൂഹത്തിന്റെയും പ്രവർത്തനങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ തകരാറുകൾ കണ്ടെത്തുക, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായ പഠനമാണ് ഈ ഒരു കോഴ്സിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഗവേഷണങ്ങൾ, അതുപോലെ ലാബുകൾ, ക്ലിനിക്കൽ സംവിധാനങ്ങളുടെ എല്ലാം പ്രായോഗികമായിട്ടുള്ള അറിവ് ഈ ഒരു 3 വർഷം കൊണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ റിസർച്ച് ആൻഡ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഒക്കെ ആയിട്ടാണ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളിൽ, അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലെല്ലാം ജോലി ലഭിക്കുന്നുണ്ട്. തേർഡ് വൺ വരുന്നത് ബാച്ചിലേഴ്സ് ഇൻ മൈക്രോബയോളജി എന്ന് പറഞ്ഞ കോഴ്സാണ്. നീറ്റ് എക്സാം എഴുതാതെ സയൻസ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന അടുത്തൊരു കോഴ്സ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പോലെയുള്ള സൂക്ഷ്മാണുക്കളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് പഠിക്കുന്നത്. അതുപോലെ മൈക്രോ ഓർഗാനിക്സ് ടെസ്റ്റ് ചെയ്യാനും വിശകലനം ചെയ്യാനും എല്ലാം ഈ കുട്ടികളെ ഈ ഒരു ടൈം പീരീഡിൽ പ്രാപ്തരാക്കുകയാണ് ഈ പഠനത്തിലൂടെ ചെയ്യുന്നത്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ മൈക്രോബയോളജിസ്റ്റ് ആയിട്ട്, അതുപോലെ ഫുഡ്സ് FT ആൻഡ് എക്സ്പേർട്സ് ക്വാളിറ്റി കൺട്രോളർ ആയിട്ട്, അല്ലെങ്കിൽ അനലൈസർ ആയിട്ട്, റിസർച്ച് സ്ഥാപനങ്ങളിലെ ഹോസ്പിറ്റൽ ലാബുകളിലെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നുണ്ട്. നാലാമതായിട്ട് വരുന്നത് BSc ബയോടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണ്. അതായത് നമുക്കറിയാം ജീവശാസ്ത്രത്തെയും നൂതന സാങ്കേതിക വിദ്യകളെയെല്ലാം സംയോജിപ്പിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ പഠിപ്പിക്കുന്ന കുട്ടികളെ. ജനറ്റിക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, ബയോ ഇൻഫോർമാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് മെയിൻലി പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സെന്ററുകൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, അഗ്രികൾച്ചറൽ, അതുപോലെ ആരോഗ്യ മേഖലകളിലെ ലാബുകൾ, ഇവിടെ എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ്. അതായത് നമുക്കറിയാം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒത്തിരി കുട്ടികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി കൂടിയാണ്. ശാരീരിക പ്രശ്നങ്ങളുള്ള രോഗികൾ വ്യായാമം ചെയ്യാനും, അവർക്ക് അല്ലെങ്കിൽ തെറാപ്പി എന്നിവയിലെല്ലാം അവരുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനും സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണിത്. കൈകളുടെയും അതുപോലെ പലതരത്തിലുള്ള ഉപകരണങ്ങളുടെയും എല്ലാം സഹായത്തോടു കൂടി ചലനശേഷി, മൊബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിശീലനമാണ് ഇവിടെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് മെയിൻലി വരുന്നത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, സ്പോർട്സ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, പ്രൈവറ്റ് ക്ലിനിക്കുകളിലെ, അതുപോലെ ഹോസ്പിറ്റലുകളിലെ, അതുപോലെ റിഹാബിലേഷൻ സെന്റേഴ്സുകളിലെല്ലാം ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. ഇതുപോലെയുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനായിട്ടും ഇൻസൈറ്റ് 360 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക. ഈ ഒരു കോഴ്സുകളെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം, ഇതിന്റെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക്, ഇതിന്റെ അപ്ലിക്കേഷൻസ് എപ്പോഴാണ് മൂവ് ചെയ്യുക എന്നുള്ളതെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഞങ്ങളുടെ മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്.